الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുഴുവൻ സമയങ്ങളിലും പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി യഥാർത്ഥ മുത്തഖികളായി നിലകൊള്ളണമേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖികളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ഇപ്പോൾ 800 കോടിയിലധികം ആളുകളെ അവൻ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് ഒരു ഏകദേശ കണക്ക്. അഥവാ ഭൂമിയിൽ 800 കോടിയിലധികം ആളുകൾ ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. ഈ മനുഷ്യരെല്ലാവരും അവരുടേതായ നിലയിൽ വ്യത്യസ്തരാണ്. അവരുടെ രൂപത്തിലും സ്വഭാവത്തിലും ഗുണത്തിലുമെല്ലാം എല്ലാവരും നടക്കുന്ന 2 കാലിലാണെങ്കിലും ഓരോരുത്തരുടെയും മുഖം വ്യത്യസ്തമാണ്. കാൽപാദങ്ങളുടെ രൂപം വരെ വ്യത്യാസമാണ്. അതുപോലെ തന്നെ കണ്ണുകളുടെ റെറ്റിനയുടെ രൂപം വ്യത്യാസമാണ്. അങ്ങനെ ഓരോ അവയവങ്ങളും വ്യത്യസ്തമായ രൂപത്തിലാണ് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്, വൈവിധ്യമായിട്ട്. ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ 2, 3, 4 എത്ര കുട്ടികളുണ്ടെങ്കിലും ആ കുട്ടികളെല്ലാം വ്യത്യസ്തമായ രൂപത്തോടെയും വ്യത്യസ്തമായ സ്വഭാവത്തോടെയുമാണ് അവർ പിറക്കുന്നത്. നമുക്കൊരാൾ ഫോൺ ചെയ്താൽ അറിയാം അത് ഇന്ന ആളാണ് എന്ന് ശബ്ദം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും.
അത്രയും അള്ളാഹു തആറഫ് തിരിച്ചറിവ് അള്ളാഹു നമുക്ക് നമ്മുടെ സൃഷ്ടിപ്പിൽ നൽകിയിരിക്കും. എങ്കിൽ ഇങ്ങനെ സൃഷ്ടിച്ച ആ റബ്ബിന്റെ ആ സൃഷ്ടിപ്പിനെ, ആ സൃഷ്ടാവിനെ നമുക്ക് എങ്ങനെയാണ് മറക്കാൻ കഴിയുക? ഇതെല്ലാം ചിന്തിക്കുമ്പോൾ ബുദ്ധിയുള്ള മനുഷ്യൻ അവൻ അറിയാതെ പറഞ്ഞു പോകും, അല്ലെങ്കിൽ അറിഞ്ഞ് മനസ്സിലാക്കി അവൻ പറയും. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ബുദ്ധിമാന്മാർ മുത്തഖീങ്ങളുടെ വാക്കുകളെ കുറിച്ച് പറയുന്നത് കാണാൻ കഴിയും. റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല, ഇതൊന്നും നീ വൃഥാവിലല്ല സൃഷ്ടിച്ചിട്ടുള്ളത്. സുബ്ഹാനക, ഇത്ര വൈവിധ്യമായ രൂപത്തിൽ ഇതെല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ച നാഥാ, നീ എത്ര പരിശുദ്ധനാണ്. ഫഖിനാ അദാബന്നാർ, അല്ലാഹുവേ, ഇതെല്ലാം കണ്ടും നിനക്ക് നന്ദികേട് കാണിച്ച് പാപികളായി നരകത്തിൽ ചെല്ലുന്ന ആ നരക ശിക്ഷയിൽ നിന്ന് നിന്നോട് ഞങ്ങള് രക്ഷ തേടുന്നു. നാഥാ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ പറഞ്ഞു പോകും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, ഈ റബ്ബിന്റെ മുമ്പിൽ ഇത്ര വൈവിധ്യമായി സൃഷ്ടിച്ച ഇതെല്ലാത്തിനും കഴിവുള്ള ആ നാഥൻ സൃഷ്ടികൾ ചെയ്യുന്നതെല്ലാം കാണാനും കഴിവുള്ളവനാണ്, അറിയാനും കഴിവുള്ളവനാണ്. അവരുടെ മാതാക്കൾ അവർ മനസ്സിലാക്കുന്നതിനേക്കാൾ, അവർ അവരുടെ സ്വന്തം ശരീരത്തെ അറിയുന്നതിനേക്കാൾ കൂടുതൽ അല്ലാഹു അവരെ അറിയുന്നവനാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്ത നമുക്കുണ്ടാവണം. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ ഉപദേശിച്ചതാണ്, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, എന്റെ കുഞ്ഞുമോനെ, നീ ഒരു കടുകുമണിയോളം വലുപ്പമുള്ള ഒരു പ്രവൃത്തി അത് നീ ചെയ്താൽ, ഫതകുൻ ഫീ സഖറത്തിൻ, അത് ഏത് ടണലിന്റെ ഉള്ളിൽ പോയി പാറക്കെട്ടിന്റെ ഗുഹയുടെ ഉള്ളിൽ ചെന്ന് ചെയ്താലും, ഔ ഫിസ് സമാവാതി, അല്ലെങ്കിൽ വാനലോകത്ത് വെച്ച് ചെയ്താലും, ഔ ഫില്ലാഹി, അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെ വെച്ച് നീ എന്തൊരു ചെറു കടുകുമണിയോളം വലുപ്പമുള്ള ഒരു തിന്മ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു നന്മ ചെയ്താൽ, യഅതി ബിഹല്ലാഹ്, അല്ലാഹു അതുനാളെ ഖിയാമത്ത് നാളിൽ നിന്നെ വിചാരണ ചെയ്യുന്ന നാളിൽ നിന്റെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, തീർച്ചയായും അല്ലാഹു അഗാധത്തിനും നിഗൂഢത്തിനുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിഗൂഢതകളും അറിയുന്ന, എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്ന ഖബീറാണ്, ലതീഫും ഖബീറുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ചൊരു അറിവ് നമുക്കുണ്ടാവണം. മനുഷ്യരിൽ നിന്ന് പലതും ഒളിപ്പിച്ചു വെക്കുവാനും മറച്ചു വെക്കാനും കൂട്ടിവെക്കാനും എല്ലാം സാധ്യമാകും. എന്നാൽ അള്ളാഹുവിൽ നിന്നും മറച്ചു വെക്കാൻ, അള്ളാഹുവിന്റെ കാഴ്ചയിൽ നിന്ന്, കേൾവിയിൽ നിന്ന്, അറിവിൽ നിന്ന് അതുപോലെ ഒന്നും തന്നെയില്ല. അള്ളാഹുവിനെ പോലെ ഒരു വസ്തുവും ഒരു ശക്തിയും ഇല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹ് പറയുന്നു, അവർ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കും, എന്നാൽ അള്ളാഹുവിൽ നിന്ന് അവർക്കൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല. അവൻ അവന്റെ കൂടെ തന്നെയുണ്ട്, അവരുടെ കൂടെ തന്നെയുണ്ട്. അള്ളാഹുവിന് പൊരുത്തമില്ലാത്തൊരു വാക്ക് പറയാൻ, ഒരു കാര്യം തീരുമാനിക്കാൻ, ഒരു ഗൂഢാലോചന നടത്താൻ, അല്ലെങ്കിൽ സംസാരിക്കാൻ, രാത്രിയുടെ ഇരുളിൽ ആർക്കും അറിയാവുന്ന ഒരു സന്ദർഭത്തിൽ അവർ ഒരുമിച്ച് കൂടിയാലും അവർ മനസ്സിലാക്കി കൊള്ളട്ടെ, അവൻ അവരുടെ കൂടെയുണ്ട്. അവരുടെ എല്ലാ പ്രവൃത്തികളിലും അള്ളാഹുവിന്റെ അറിവും അള്ളാഹുവിന്റെ ജ്ഞാനവും അവരെ പൊതിഞ്ഞിരിക്കുകയാണ്, അവനവരെ പൊതിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ നമ്മെ സൃഷ്ടിച്ച ഈ സൃഷ്ടാവിനെ കുറിച്ചുള്ള ഒരു അറിവ് നമ്മുടെ മനസ്സിൽ, ഒരു ഈമാൻ നമ്മുടെ മനസ്സിൽ പടച്ചവനെ കുറിച്ചുണ്ടാവണം.
ഇന്നത്തെ അറിവെന്ന് പറയുന്നത് കേവലം ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഒരു മൂർത്തി എന്നതിലേക്ക് താഴ്ന്നു പോകുന്നു എന്നുള്ളതാണ്. എന്റെ ജീവിതം കാണുകയോ എന്റെ ജീവിതത്തിൽ ഇടപെടുകയോ ചെയ്യാത്ത, അങ്ങനെയോ ആകാശലോകത്തിരുന്നുകൊണ്ട് അവസാനം മരിച്ചതിന് ശേഷം പോകാൻ ശിക്ഷിക്കുന്ന ഒരു പടച്ചോന് എന്ന ഒരു അവസ്ഥയിലേക്ക് ആളുകളുടെ അറിവ് താഴ്ന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു ഈമാനിന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാവുകയും ഇല്ല. അവരെല്ലാം അവസാനം നരകത്തിൽ ചെന്ന് പതിക്കുന്ന ദുരന്തമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ നമ്മളെ കുറിച്ച് അറിയണം. ഞാൻ ആരാണ്? ഞാൻ എങ്ങനെയാ ഉണ്ടായത്? എന്തിനാണ് എന്നെ ഉണ്ടാക്കിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്, മനുഷ്യ നീ നിന്നെ കുറിച്ചൊന്ന് പഠിക്ക്, അല്ലെ? സൂറത്ത് ദാരിയാത്ത് അല്ലാഹു പറയുകയാണ്, വഫീ അൻഫുസികും, അവരുടെ ശരീരത്തിൽ അവരിൽ തന്നെയുണ്ട് അവർക്ക് ദൃഷ്ടാന്തങ്ങൾ. അഫലാ തുബ്സിറൂൻ, എന്തേ അവർക്ക് കണ്ടറിയുന്നില്ല? മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ ഓരോ അവയവങ്ങളിലും പടച്ച റബ്ബിനെ തിരിച്ചറിയാനുള്ള, താൻ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള ദൃഷ്ടാന്തങ്ങളുണ്ട്. പക്ഷേ അവരത് മനസ്സിലാക്കുന്നില്ല. അല്ലാഹു സൂറത്ത് ത്വാരിഖിൽ നമ്മളോട് ചോദിക്കുന്നില്ലേ, ഫയൻദുറുൽ ഇൻസാൻ, അപ്പോൾ മനുഷ്യൻ അവനിലേക്കൊന്ന് നോക്കട്ടെ. മിമ്മ ഖുലിഖ, എന്തിൽ നിന്നാണ് അവനെ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന്. ഖുലിഖ മിമ്മ ദാഫിഖ്, തെറിച്ചു വീഴുന്ന ഒരു ബീജകണികത്തിൽ നിന്ന്, നിസാരമായ ഒരു സാധനത്തിൽ നിന്ന് ഇത്ര അധികം ശ്രേഷ്ഠമായ സങ്കീർണമായ ഒരു സൃഷ്ടിപ്പ് അല്ലാഹു നടത്തിയില്ലേ? അതിനെ കുറിച്ച് അവൻ ചിന്തിച്ചു നോക്കുന്നില്ലേ? നോക്കൂ, അല്ലാഹു പറയുകയാണ്, ആരായിരുന്നു നീ? ആരായിരുന്നു നീ? ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പിൽ നമുക്ക് വല്ല പങ്കുമുണ്ടോ? ഇന്ന് വരെ ലോകത്തിന് പോയതിൽ നമുക്ക് എന്തെങ്കിലും കൈകടത്തലുണ്ടോ? നമ്മൾ ആരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു പറയുന്നു, ചോദിക്കുന്നു സൂറത്ത് ഇൻസാനിൽ, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാ. ഓ മനുഷ്യ, നീ ആരാണെന്ന് ആർക്കും അറിയാത്ത ഒരു കാലം ഇവിടെ കടന്നു പോയിട്ടുണ്ട്. ഇന്നത്തെ പ്രധാനമന്ത്രിയാവട്ടെ, മുഖ്യമന്ത്രിയാവട്ടെ, ലോകത്തിന്റെ ഏറ്റവും വലിയ നേതാക്കന്മാരാവട്ടെ, പണ്ഡിതന്മാരാവട്ടെ, ഏറ്റവും നല്ല മനുഷ്യരാവട്ടെ, ഏറ്റവും വലിയ അക്രമികളാവട്ടെ, ഇവരെ കുറിച്ച് ആരും അറിയാത്ത, ആരും ചർച്ച ചെയ്യാത്ത, ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പിലോ അതിന്റെ ചലനത്തിലോ ഒരു പങ്കും റോളുമില്ലാതെ അവർ ഈ ലോകം കടന്നു പോയിട്ടുണ്ട്. അല്ലാഹു പറയുക, നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് നമ്മളെ കുറിച്ച് ആർക്കെങ്കിലും അറിയൂ? ആർക്കും അറിയില്ല. നമ്മളെ കുറിച്ച് എപ്പോഴാ പറയാൻ തുടങ്ങിയത്? ഉമ്മ ഗർഭം ചുമന്ന നിമിഷം മുതൽ. അപ്പോഴും നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല പറയുക. നമ്മൾ ആരാണെന്ന് അപ്പോഴും അറിയില്ല. ആണാണോ പെണ്ണാണോ എന്താണ് വ്യക്തിത്വം എന്ന് അറിയില്ല, അല്ലെ? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു ചോദിക്കുക, അങ്ങനെ ഒരു കാലം എന്നിട്ട് ഈ ലോകത്ത് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പിലും അതിന്റെ പരിരക്ഷയിലും ഒന്നും തന്നെ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. ഇനി നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് മരിച്ചു, എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? ഈ ലോകത്തിൽ ഒന്നും സംഭവിക്കാനില്ല. നമ്മൾ എന്തെങ്കിലും മരിച്ചു, ഈ ലോകത്തിൽ ഒന്നും സംഭവിക്കാനില്ല. അതാണ് നമ്മളോട് വന്നതുകൊണ്ടോ പോയത് കൊണ്ടോ ഈ ലോകത്തിൽ ഒന്നും സംഭവിക്കാനില്ല. ഒരു മനുഷ്യനും ഒന്നും സംഭവിക്കാനില്ല. അത്തരം നിസ്സാരന്മാരാണ് നമ്മള്. അല്ലാഹു ഓർമ്മിപ്പിക്കണേ. എന്നാൽ അല്ലാഹു ഒരു സെക്കൻഡ് നിമിഷം നമ്മളെ ഒന്ന് മറന്നു കളഞ്ഞാൽ, റബ്ബിന്റെ സംരക്ഷണത്തിൽ നിന്നും ഒരു കണ്ണടച്ച് തുറക്കുന്ന നിമിഷം അവൻ നമ്മളെ മാറ്റി നിർത്തിയാൽ നമുക്കൊരിക്കലും സാധ്യമല്ല ചിന്തിക്കാൻ. ശ്വാസം ഉള്ളിലേക്ക് വലിച്ചത് പുറത്തേക്ക് വിടാൻ കഴിയില്ല. നിശ്ചലമായി പോകും, ശവമായി പോയും നമ്മൾ. അതുകൊണ്ട് തന്നെ ആ റബ്ബിനെ നമ്മൾ അറിയണം. നമ്മളൊന്നുമല്ല. അല്ലാഹു നമ്മൾ ആരെയൊക്കെ ആക്കിയപ്പോഴാണ് നമ്മളായത്. അതിനു മുമ്പ് നമ്മളൊന്നുമല്ല. അല്ലാഹു പറയുന്നു, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫ അംശാജിൻ നബ്തലീഹ്. അല്ലാഹു തെറിച്ചു വീഴുന്ന ഒരു തുള്ളി ബീജഗണത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നു. ഫജഅൽനാഹു സമീഅൻ ബസീറാ. എന്നിട്ട് നിനക്ക് കേൾവിയും കാഴ്ചയും ഞാൻ നൽകിയിരിക്കുന്നു. ഒന്നുമല്ലാത്തതിൽ നിന്ന് നമ്മൾ ആരെയോ ആക്കി മാറ്റിയതാ റബ്ബാണ്, അല്ലെ? നമ്മുടെ സൃഷ്ടിപ്പ് വെറുതെ സൃഷ്ടിച്ചതല്ല, നമ്മളെ ഒരു തമാശക്ക് സൃഷ്ടിച്ചതല്ല റബ്ബ് തആല നമ്മളെ. അല്ലാഹു ചോദിക്കുന്നുണ്ടല്ലോ, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ. നിങ്ങൾ മനസ്സ് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ
ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് വെറുതെ ഒരു കളിതമാശയായിട്ടാണെന്ന് വെറുതെ സൃഷ്ടിച്ചതാണ് നിങ്ങൾ ചോദിക്കുന്നുണ്ടോ? നിങ്ങൾ എന്റെ ദിക്കിലേക്ക് മടക്കപ്പെടുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എവിടേക്കാണ് നിങ്ങൾക്ക് പോകാനുള്ളത്? തിരിച്ചെന്റെ ദിക്കിലേക്ക് തന്നെയാണല്ലോ വരാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു ചോദിക്കുക. അപ്പോൾ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കാൻ, ഞാൻ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്, എവിടേക്കാണ് തിരിച്ചു പോകാനുള്ളത് എന്നെല്ലാം ചിന്തിക്കാൻ അല്ലാഹു മനുഷ്യരോട് ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ നമ്മൾ വലിയൊരു സീസൺ കഴിഞ്ഞു. ബിസിനസ്സുകാർക്കും തൊഴിലാളികൾക്കും ഒക്കെ, തൊഴിലാളികൾക്ക് ബോണസ് കിട്ടി, ബിസിനസ്സുകാർക്കൊക്കെ ലാഭം കിട്ടി. അങ്ങനെ ദുനിയാവിന്റെ ആ സുഭിക്ഷതയിൽ സന്തോഷത്തില, അല്ലെ? എന്നാൽ ഒരു നിമിഷം ഒന്ന് തിരിഞ്ഞു നോക്ക് നിന്റെ പരലോകത്തിലേക്ക്, നിന്റെ ഖബറിലേക്ക്. നീ ഇന്ന് മരിക്കുകയാണെങ്കിൽ സമാധാനമുണ്ടോ? സുഭിക്ഷയായിരിക്കുമോ ആ ഖബറിൽ? ആ സുഭിക്ഷമായ സുഖജീവനമായ സ്വർഗമാണോ നിനക്ക് കിട്ടുക? നിന്റെ യഥാർത്ഥ ജീവിതം, വരാൻ പോകുന്ന യഥാർത്ഥമായ ഭൂമിയുടെ മുകളിൽ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യൻ ഭൂമിയുടെ ഉള്ളിലാണ് ജീവിക്കുന്നത്. ലോകത്തെ ഏറ്റവും മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 63 വർഷമാണ് ഭൂമിയുടെ മുകളിൽ താമസിച്ചത്. 1400 ചില്ലാനം വർഷമായി, ഇതാ 1300 ചില്ലാനം വർഷമായി ഖബറിലേക്ക് പോയിട്ട്. ലോകത്തെ ഏറ്റവും മഹാനായ റസൂലുള്ളാഹി, നമ്മുടെ അങ്ങനെ തന്നെ, അല്ലെ? പിന്നെ അതിനുശേഷം വരാൻ പോകുന്ന ലോകം അതിനേക്കാൾ വലുതാ. കൊടാനക്കോടി നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും കാലം ജീവിക്കേണ്ടുന്ന അവിടേക്ക് വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിച്ചത്. ഈ ഭൂമിയിൽ നിന്റെ മകന് വേണ്ടി, മകളെ വേണ്ടി, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി നീ ഈ സീസണിൽ സമ്പാദിച്ചു കൂട്ടിയില്ലേ? എന്നാൽ നിന്റെ ഖബർ ജീവിതത്തിന് വേണ്ടി ഓരോ വർഷവും നീ എന്താണ് ശേഖരിച്ചിരിക്കുന്നത്? ബാലൻസ് എന്ന് പരിശോധിച്ചിട്ടുണ്ടോ? അല്ലാഹു പറയുന്ന സൂറത്തുൽ ഹശ്റിന്റെ അവസാന ഭാഗത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്, ഓ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ് ഫൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളേക്ക് വേണ്ടി, ഇന്നാണ് ദുനിയാവെന്ന് പറഞ്ഞ് ഒരേ ഒരു ദിവസം പോലുമില്ല. ഇന്നാണ് ദുനിയാവ്. ഈ ദുനിയാവിൽ നാളേക്ക് വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന് നിന്റെ ബാലൻസ് ഷീറ്റ് ഒന്ന് പരിശോധിക്കണേ. അല്ലാഹു പറയാ, ഉറങ്ങാൻ പോകുമ്പോ ദിവസം ഒന്ന് പരിശോധിക്കണം. ഇന്നത്തെ ദിവസം ഞാൻ എന്റെ പരലോകത്തിന് വേണ്ടി എത്ര സമ്പാദിച്ചു, എന്ത് ഞാൻ നേടി, ഞാൻ ജീവിതത്തിന്റെ അവസാനത്തിലാണെങ്കിൽ എനിക്ക് സ്വർഗമോ, എനിക്ക് എന്തുണ്ടതിന് എന്ന് നമ്മൾ ചിന്തിക്കണമെന്ന് പറയുകയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, എന്തിന് ഈ മനുഷ്യരെന്ന സൃഷ്ടികളെ ലോകത്തല്ലാഹു സംവിധാനിച്ചത്? അല്ലാഹു പറയുന്നു, അവരോടൊരു സമൂഹത്തോട്, മുൻപിന്റെ സമൂഹത്തോട് ഞാൻ കൽപ്പിച്ചിട്ടില്ല. ആത്മാർത്ഥമായി എല്ലാ കീഴ്വഴക്കങ്ങളും അല്ലാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് അവനെ ഇബാദത്ത് ചെയ്യാനില്ലാതെ ഞാൻ അവരെ സൃഷ്ടിച്ചിട്ടില്ല. എങ്ങനെ രുജുവായ നേരായ മാർഗത്തിൽ, ഒരു വക്രതയില്ലാത്ത, ഒരു തരത്തിലുള്ള തന്ത്രങ്ങളും വലിയാതെ നിഷ്കളങ്കമായ മനസ്സോട് റബ്ബിനെ ആരാധിക്കാൻ വേണ്ടിയാണ്, അവന്റെ കൽപ്പനകൾ അനുസരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അവർ നമസ്കാരം നിലനിർത്താൻ വേണ്ടി, എടുക്കാൻ വേണ്ടി. അതാണ് ശരിയായ മതം, അതാണ് ശരിയായ ദീൻ. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമസ്കാരം, നമ്മുടെ സക്കാത്ത്, നമ്മുടെ ഈമാൻ, ഇബാദത്ത്, ഇതൊക്കെ നമ്മൾ പരിശോധിക്കണം. ഇതൊക്കെ കൃത്യമാണോ? ഈ നിമിഷം അങ്ങ് മരിക്കുകയാണെങ്കിൽ റബ്ബിന്റെ മുമ്പിൽ എന്റെ ഈമാനും എന്റെ ഇബാദത്തും എല്ലാം അല്ലാഹു സ്വർഗത്തിലേക്ക് ചേർത്ത് വെക്കുന്നതാണോ, അതോ അതിൽ വല്ല പാകപ്പുഴവുമുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് അല്ലാഹു നമ്മളോട് പറയുന്നത്. ഏതുവരെ ആരാധിക്കണം, എപ്പോഴാണ് ആരാധിക്കേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ, സീസൺ വന്നാൽ പിന്നെ ജമാഅത്ത് നിസ്കാരമില്ല, അല്ലെ? അതേപോലെ പ്രയാസമാണ് ഈ വർഷമെങ്കിൽ, കുറച്ച് കടക്ക് ഉണ്ടെങ്കിൽ പിന്നെ സക്കാത്ത് കൊടുക്കലില്ല, അടുത്ത വർഷം ഒന്നിച്ചു കൊടുക്കുക. ഇങ്ങനെ നിർബന്ധമായ നമസ്കാരം, ഹജ്ജ്, സക്കാത്ത് എല്ലാം നീക്കി നിൽക്കുന്ന, അല്ലെങ്കിൽ കടമായി കിടക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ അല്ലാഹു നിർബന്ധമാക്കിയ ദീനിന്റെ ദഅവത്ത്, അതുപോലെ നമ്മൾക്ക് സ്വർഗം കിട്ടാൻ ആവശ്യമായി നാം പഠിക്കേണ്ട നിർബന്ധമായ കാര്യങ്ങൾ, ഇതെല്ലാം മാറ്റിവെച്ചിട്ട് ദുനിയാവിന്റെ പിന്നാലെ
എന്തിനാണ് ദുനിയാവ്? എന്തിനാ ദുനിയാവ്? സ്വർഗം നേടാനാണ് ദുനിയാവ്. അത് നേടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ദുനിയാവ് വേസ്റ്റാണ്, അല്ലെ? അത് ചിന്തിച്ച പോലെ. മുമ്പ് കഴിഞ്ഞവരൊക്കെ ഇപ്പൊ എവിടെ? കുറെ സമ്പാദിച്ചില്ല എല്ലാവരും. എന്നിട്ട് അവരൊക്കെ ഇപ്പൊ എവിടെ? കൊണ്ടുപോയോ എല്ലാവരും? ഉണ്ടോ? ചിലർക്കൊന്നും നേടാൻ കഴിയാതെ പോയി, ചില കുറെ നേടി. എന്നിട്ട് ആ നേടിയതൊക്കെ എവിടെ? ഇതുപോലെ നമ്മളൊരു ദിവസം പോകും. അപ്പോൾ എന്ത് കൊണ്ടുപോകും? ആ കൊണ്ടുപോകുന്ന അമല സ്വാലിഹാത്തുകൾ ചേർക്കുന്നുണ്ടോ? അതുകൊണ്ട് റബ്ബ് പറയുന്നു, നിന്റെ അവസാനമായ ആ ഉറപ്പ് മരണം നിന്നെ കണ്ടുമുട്ടുന്നത് വരെ നീ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കണം. റമളാൻ മാസമാവാൻ കാത്തിരിക്കരുത്, റബീഉൽ അവ്വലാവാൻ കാത്തിരിക്കരുത്, ദുൽഹിജ്ജയാവാൻ കാത്തിരിക്കരുത്. ഏതെങ്കിലും ഒരു മാസത്തിന് വേണ്ടിയല്ല, നീ നിന്റെ ശ്വാസം നിലക്കുന്നത് വരെ, മരണം വരെ ഏത് സമയത്തും നീ അല്ലാഹുവിനെ ഒരു വീഴ്ചയും നീ വരുത്താൻ പാടില്ല. എത്ര വലിയ സീസണാണെങ്കിലും, എത്ര തിരക്കുള്ളതാണെങ്കിലും, അള്ളാഹ് പറയുന്നു, അള്ളാഹ് പറയാണ്, ഒരു ചില ആളുകളുണ്ട്, അവരുടെ കച്ചവടമോ അല്ലെങ്കിൽ അവരുടെ മറ്റു ഇടപാടുകളോ അവരെ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ അള്ളാഹുവിന്റെ ഇബാദത്തിനെ തടഞ്ഞു നിർത്തൂലാണ്. അത് കഴിഞ്ഞിട്ടേ വേറെ ഉള്ളൂ അവർക്ക്. അതാണ് മുഅ്മിനീങ്ങൾ എന്നാണ്. അതുകൊണ്ട് ശ്വാസം നനക്കുന്നത് വരെയും ഒരു സീസണും സമയവുമില്ലാതെ അള്ളാഹുവിന്റെ ഇബാദത്തുകൾ ചെയ്യണമെന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണോട് ആവശ്യപ്പെടുന്നത്. അതാണ് ആത്മാർത്ഥമുള്ള ഇബാദത്ത് എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖബറിന്റെ അടുത്തുകൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അല്ലാഹു റസൂൽ മർറബ ഖബറിൻ ഫഖാല ലൻ സാഹിബു ഹാദൽ ഖബർ, ആ സഹാബിയോട് ചോദിച്ചു, ആരുടെ ഖബറാണ്? ഫഖാലു, അവർ പറഞ്ഞു, ഫുലാൻ ഇന്ന ആളുടെ ഖബറാണ്. ഫഖാല റഖഅതൈനി അഹബ്ബു ഇലാ ഹദാ മിൻ ബഖിയത്തിൽ നിയാം, ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്റെ ചിന്ത ഇപ്പോൾ, ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്റെ ആഗ്രഹം, നിങ്ങളൊക്കെ ദുനിയാവ് സമ്പാദിക്കാനാണ് ആഗ്രഹമെങ്കിൽ ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്റെ ആഗ്രഹം 2 റക്അത്ത് നമസ്കരിക്കാൻ ഈ ഖബറിന്റെ പുറത്തെത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേ എന്നാണ് ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്റെ ചിന്ത, ആഗ്രഹം. അതാ ഓരോ മനുഷ്യനും ഖബറിൽ കിടക്കുമ്പോ അവൻ ദുനിയാവിൽ ഓടിച്ചാടി നേടി, പേര് നേടി, പ്രശസ്തി നേടി, സമ്പത്ത് നേടി, പക്ഷെ അവന് ഖബറിൽ പോയി കിടന്ന അവന്റെ ചിന്ത, ഇതൊന്നുമല്ല, ഈ ഖബറിന്റെ പുറത്തെത്തിയിട്ട് 2 റക്അത്ത് നമസ്കരിക്കാൻ കഴിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നേ എന്നാണ് ആ മനുഷ്യൻ ഇഷ്ടപ്പെടുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ദിവസം നമുക്കൊക്കെ വരാനുണ്ട്. ഇത് ആർക്കും ഇല്ലാത്ത, എല്ലാവർക്കും സൃഷ്ടിച്ച എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് ഖബർ. അവരെല്ലാവരും ആഗ്രഹിക്കുന്ന അങ്ങനെ ദിവസമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഖേദം വരാതിരിക്കാൻ നാം ഇബാദത്തുകൾ മുഴുകേണ്ടതുണ്ട്. നോക്കൂ, ഈ ചെറിയ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും അതിന്റെ ആ നന്മകൾ നേടാനും നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അല്ലാഹുവിന്റെ ഖുർആൻ എന്നുള്ളത്. ഒരു സമൂഹത്തിനും കിട്ടാത്ത അത്ര വലിയൊരു സൗഭാഗ്യമാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയിരിക്കുന്നത്. ലോകത്തേതെങ്കിലും ഒരു ഗ്രന്ഥം ഇതുപോലെ വെല്ലുവിളിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ടോ? ഇതുപോലെ ഒന്ന് കൊണ്ടുപോയെന്ന്, അല്ലെങ്കിൽ ഒരു പുരോഗതിയും ശാസ്ത്രമില്ലാത്തൊരു കാലത്ത് പറഞ്ഞ കാര്യങ്ങള് ഇന്നും സത്യമായി ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു വൈജ്ഞാനിക സ്രോതസ് ലോകത്ത് ഖുർആനിലാണ് ഏതാണുള്ളത്. എല്ലാ മനുഷ്യർക്കും വർഗ, വർണ്ണ, ഭാഷ, ദേശ വ്യത്യാസമില്ലാതെ ഒരേപോലെ അനുസരിക്കാവുന്ന ഒരു വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. അത് അല്ലാഹുവിന്റെ, അതുകൊണ്ട് തന്നെ അതിനെ തകർക്കാൻ, സഹിക്കാൻ കഴിയുന്നില്ല. അത് ഈ ഖുർആനിന്റെ ആളുകളെ സഹിക്കാൻ കഴിയുന്നില്ല. കാരണം ഞങ്ങൾക്കൊന്നും ഇല്ലാത്തത് ഇവർക്ക് മാത്രം. അതുകൊണ്ട് അതിനെ തകർക്കാൻ പല ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ, ഈ ഖുർആനിന്റെ വെളിച്ചത്തെ എല്ലാത്തിന്റെയും മുകളിൽ അല്ലാഹു കൊണ്ടുവരും.
അത് മുശ്രിക്കുകൾക്ക് എത്ര ഉറപ്പുള്ള കാര്യമാണെങ്കിലും ശരി, അള്ളാഹു അതിന് മുകൾ കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, എന്നാൽ ഇതിന്റെ ആളുകളായ നമുക്ക് അതിനെക്കുറിച്ച് എന്ത് അഭിമാനമാവുള്ളത്? ഒരു ദിവസം എത്ര പേര് നമ്മൾ ഖുർആൻ ഊതുന്നുണ്ട്? ഖുർആനിൽ നിന്ന് എനിക്ക് ഇന്ന സൂറത്ത് അർത്ഥത്തോടെ പറയാൻ കഴിയുമെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട് അല്ലെ? ഖുർആൻ എത്ര സൂറത്തുണ്ടെന്ന് ചോദിച്ചാൽ അറിയൂല, എത്ര ജുസ് ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയൂല. അങ്ങനെ അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ വലിയ ഭാഗ്യമാണ് നമ്മളെ തട്ടിക്കളയരുത്. നേരായ മാർഗം പഠിപ്പിക്കാൻ അല്ലാഹു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവതരിപ്പിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആന്റെ പാരായണത്തിനും അതിന്റെ പഠനത്തിനും നാം നമ്മുടെ ജീവിതത്തിൽ സമയം കണ്ടെത്തണം. അല്ലെ? നിങ്ങള് ഏത് ഭാഷയാവട്ടെ ഖുർആൻ ക്ലാസ്സിന് പോകുന്നവരോട് ചോദിച്ചു നോക്ക്, നിങ്ങൾ ഖുർആൻ ക്ലാസ്സിന് പോയതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അവരോട് ചോദിച്ചു നോക്ക്. ഖുർആൻ ക്ലാസ്സിൽ പോയതുകൊണ്ട് ഖുർആൻ ഓടാൻ പഠിക്കൽ മാത്രമല്ല, ജീവിതത്തിൽ കുടുംബത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ നിങ്ങൾ ഈ ഖുർആൻ ക്ലാസ്സിൽ പോയതുകൊണ്ടൊന്ന് ചോദിച്ചു നോക്ക്. അത് അനുഭവിച്ചാലേ അറിയൂ. അത് ഖുർആന്റെ ഒരു പ്രത്യേകതയാ. ഖുർആനുമായി ആര് ചേർന്നോ അവനെ നന്നാക്കും ഖുർആൻ. അല്ലെ? ഏറ്റവും വലിയ ധിക്കാരികളും അവരെ പോലെ മോശപ്പെട്ട ആൾക്കാരുടെ അങ്ങനത്തെ ഒരു സമൂഹമായിരുന്നു അറേബ്യയിലുണ്ടായിരുന്നത്. അവരെയാണ് നമ്മളിപ്പോൾ എന്ന് പറഞ്ഞ അള്ളാഹു തൃപ്തിപ്പെടട്ടെ എന്ന് ഈ ആധുനിക യുഗത്തിൽ കോളേജുകളും അതുപോലെ യൂണിവേഴ്സിറ്റികളും പഠിക്കുന്ന നമ്മൾ ഇപ്പോഴും പറയുന്ന മോഡലാകണം ആരെ? ഇതൊന്നുമില്ലാത്ത ഒരു ഡാർക്കേജ് കാലഘട്ടത്തിൽ താമസിച്ചിരുന്ന ഉമർ റളിയല്ലാഹു അബൂബക്കർ എന്നൊക്കെ അവരെ കാലങ്ങളുടെ ജീവിതം പഠിച്ചാൽ വളരെ വലിയമായ ഒരു പാസ്റ്റാണ് അവർക്കുണ്ടായിരുന്നത്. പക്ഷേ അവരെ ലോകം ഇഷ്ടപ്പെടുന്ന കൊതിക്കുന്ന വ്യക്തികളാക്കി മാറ്റിയത് ഈ ഖുർആന. ഈ ഖുർആനോട് ചേർന്ന് വന്നപ്പോൾ അവരെ ലോകപ്രശസ്തരാക്കി അല്ലാഹു മാറ്റി. അതുകൊണ്ട് തന്നെ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹു പറയുന്നുണ്ട്, മുൻഗാമികൾ ഏതൊരു ദീന കൊണ്ടാണോ രക്ഷപ്പെട്ടത് ആ ദീന കൊണ്ടല്ലാതെ പിൻഗാമികൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. എന്തുണ്ടായിട്ടും കാര്യമില്ല. ഖുർആൻ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ, ഖുർആന്റെ കൂടെ നമ്മൾ ചേർന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു വിലയും നിലയും ഉണ്ടാവില്ല, ഒരു സുരക്ഷിതത്വം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് ഓതുന്നത് പോലെ പുണ്യമാണ്. മൻ അലിമ ആയതൻ മിൻ കിതാബില്ലാഹി അസ്സ വജൽ, പ്രവാചകനായ അവന്റെ ആ കിതാബിൽ നിന്ന് ആരെങ്കിലും ഒരു ആയത്ത് പഠിച്ചാൽ കാന ലഹു സവാബുഹാ മാ തുനിയത്, അത് ഓരോ പ്രാവശ്യം ഓതുമ്പോഴും അതിന്റെ പ്രതിഫലം ഇങ്ങനെ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഒരു പ്രാവശ്യം പഠിച്ചാൽ മാത്രമല്ല, എപ്പോ ഓടുമ്പോഴും അതിന് അവർക്ക് പ്രതിഫലം ഇങ്ങനെ ഉണ്ടായിരിക്കും. അതെ, അത് പഠിപ്പിച്ചാലോ ആരെങ്കിലും ഒരാൾ പഠിക്കാൻ ഒരാൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ മൻ അല്ലമ ആയതൻ മിൻ കിതാബില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ കിതാബെന്ന് ഒരായത്ത് ഒരാളെ ഒന്ന് പഠിപ്പിച്ചാൽ അയാളെ പഠിച്ചാണ് ഓടുന്ന കാലത്തോളം ഇയാൾക്ക് അതിന്റെ കൂലി കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമ്മൾ ആർക്കെങ്കിലും ഒരു ആയത്ത് പഠിച്ചു കൊടുത്തിട്ടുണ്ടോ? മുസ്ലിങ്ങളല്ലേ നമ്മൾ ആർക്കെങ്കിലും ഒരായത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ മക്കൾക്കായാലും മതി, ഭാര്യക്കായാലും മതി, കൂട്ടുകാർക്കായാലും മതി, ആർക്കും പഠിച്ചു കൊടുത്തിട്ടുണ്ടോ? അതുകൊണ്ട് നമ്മൾ പഠിക്കാനും പഠിപ്പിക്കാനും നമ്മുടെ സമയം കണ്ടെത്തണം. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് സാക്ഷിയായിക്കൊണ്ട് തുണയായിക്കൊണ്ട് ഖുർആൻ വരും. നമ്മുടെ മാതാപിതാക്കളും ഉറ്റവരുമെല്ലാം നമ്മളെ കാണുമ്പോൾ പേടിച്ചോളൂ, എന്നെ പറ്റി അല്ലാഹുവിന്റെ അടുക്കൽ വല്ലതും പറയുമോ? എന്നാൽ നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്നത് കബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ സൂറത്തുൽ മുൽക്ക് വന്നുകൊണ്ട് അത് പാരായണം ചെയ്യുന്ന ആളെ വലത് കൈയിൽ പിടിച്ചുകൊണ്ട് സുരക്ഷിതമായ റബ്ബിലേക്ക് കൊണ്ടുപോകുകയും ഇയാളുടെ സ്വർഗം കിട്ടുന്നവരെ അല്ലാഹുവോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പടച്ചവനെ പുറത്തു കൊടുക്കണേ, സ്വർഗം കൊടുക്കണേ നാരായണ, നമ്മുടെ സ്വർഗത്തിൽ കടക്കുന്നത് വരെ നമ്മളെ കൈവിടാതെ നമ്മുടെ കൂടെ നിൽക്കുന്നതാണ് സൂറത്തുൽ മുൽക്ക് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പഠിച്ചിട്ടുണ്ടോ സൂറത്തുൽ മുൽക്ക്? ഓതലുണ്ടോ നമ്മള്? സൂറത്ത് ബഖറയും സൂറത്ത് ആല ഇംറാനും ആ മനുഷ്യനെ കടല് കിട്ടിയാലും കുടിക്കാനുള്ള ദാഹം ഉണ്ടാകുന്ന
സൂര്യൻ ഒരു മൈലകല വന്നുകൊണ്ട് വേർപ്പിൽ മനുഷ്യൻ മുങ്ങിത്താറുണ്ട്. ആ സന്ദർഭത്തിൽ ബഖറയും ആല ഇംറാനും നമുക്ക് തണൽ തിരിച്ചുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ കിട്ടേണ്ട പദവികളെ കുറിച്ച് റബ്ബിനോട് ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയുമ്പോ നമ്മൾ ഓതുന്നുണ്ടോ? സൂറത്തുൽ ബഖറ ഓതാറുണ്ടോ? സൂറത്ത് ആല ഇംറാൻ നമ്മൾ ഓതാറുണ്ടോ? പ്രിയമുള്ളവരെ, അപ്പൊ പരലോകത്തെ കുറിച്ച് വിശ്വാസം ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ. അല്ലെങ്കിൽ എന്ത് ബഖറ, എന്ത് ആല ഇംറാൻ, എന്ത് മുൽക്ക്. അതുകൊണ്ട് ഖുർആനുമായി നമ്മൾ ചേർന്നാൽ ദുനിയാവിനും മാറും. ഖുർആൻ പഠിച്ച് മക്കളെ പഠിപ്പിച്ച കണ്ണിന് കുളിർമ നൽകുന്ന സ്നേഹമുള്ള ബഹുമാനമുള്ള വാക്കുകൾ മക്കളിൽ നിന്നുണ്ടാവും. നമ്മളെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന പെരുമാറ്റങ്ങൾ നമ്മുടെ മക്കളിൽ നിന്നുണ്ടാവും. നമ്മളെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന പെരുമാറ്റങ്ങൾ ഭാര്യയിൽ നിന്നുണ്ടാവും. നമ്മളെ സംരക്ഷിക്കുന്ന ചേർക്കുന്ന പെരുമാറ്റങ്ങളുടെ ഭർത്താവിൽ നിന്നുണ്ടാവും. മാതാപിതാക്കൾക്ക് കാരുണ്യത്തിന്റെ തലൽ തിരിച്ചു കൊടുക്കും മക്കൾ. ഇതൊക്കെ വേണമെങ്കിൽ വേണം ഖുർആനുമായി ചേർന്ന് നിൽക്കണം, ഖുർആൻ പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി റബ്ബുനാ വയറല്ലാഹ് وصلى الله وسلم على نبينا محمد وآله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസികൾ അല്ലാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ ഭയപ്പെടുകയും പരിപൂർണ മുസ്ലിമായി കൊണ്ട് മാത്രം ഈ ലോകത്തിന് വിട കൊള്ളുകയും ചെയ്യണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ് സ്വന്തത്തോടുന്നത് പോലെ. അല്ലാഹു നമ്മെ തുണയ്ക്കുമാറാകട്ടെ. ഈ എല്ലാ ആഴ്ചയും ഈ വസിയത്ത് ചെയ്യുന്നുണ്ട്. ഈ വസിയത്ത് പറയുന്നവനും കേൾക്കുന്നവനും പാലിക്കാൻ കഴിയണമെങ്കിൽ അതിനുള്ള പോംവഴിയാണ് ഖുർആനായിട്ട് ബന്ധം ഉണ്ടാവുക. എപ്പോഴും ഖുർആൻ കേൾക്കുന്ന, പഠിക്കുന്ന, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന, ചർച്ച ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായാൽ മുസ്ലിമായി എപ്പോഴും ജീവിക്കാൻ പറ്റും. അപ്പൊ മരിക്കുമ്പോഴും മുസ്ലിമായി മരിക്കാൻ പറ്റും. അല്ലാതെ മലക്കുൽ മൗത്ത് നമുക്ക് ഫോൺ ചെയ്യുന്നില്ല, മെസ്സേജ് അയക്കോ, ഇന്ന സമയത്ത് ഞാൻ വരുന്നുണ്ട്, നിസ്കരിച്ച് നല്ല കുട്ടിയായിരുന്നു മെസ്സേജ് അയക്കുമല്ലോ. എപ്പോഴാ മലക്കുൽ മൗത്ത് വരാൻ നമുക്ക് പറയാൻ പറ്റില്ല. വരുന്ന സമയത്ത് നമ്മൾ മുസ്ലിമായിട്ട് മരിക്കണമെങ്കിൽ ഖുർആനുമായി നിരന്തര ബന്ധം ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സംസ്കാരത്തിലും കച്ചവടത്തിലും ബന്ധങ്ങളിലും എല്ലാത്തിലും അതിന്റെ ഒരു പ്രകാശം ഉണ്ടാവും, ഒരു ഗുണം ഉണ്ടാവും. അതാണ് അതിന്റെ പ്രത്യേകത. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار ولا تشف حلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وآله والحمد لله.